ഹായ് വ്യൂവേഴ്സ്, എല്ലാവർക്കും സ്വാഗതം. നമ്മൾക്കറിയാം HSA നാച്ചുറൽ സയൻസ് നോട്ടിഫിക്കേഷൻ വിളിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് കുറച്ച് ക്ലാസ്സുകൾ നമുക്ക് നോക്കാം. അപ്പോൾ ഇത് ഒബ്ജക്റ്റീവ് ആവാനും അതുപോലെ തന്നെ ഡിസ്ക്രിപ്റ്റീവ് ആവാനും ചാൻസ് ഉണ്ട്. ഇനിയും PSCയുടെ ഭാഗത്തു നിന്ന് ഇതിനൊരു തീരുമാനം വന്നിട്ടില്ല. അപ്പോൾ ജസ്റ്റ് നമ്മൾക്ക് ഡിസ്ക്രിപ്റ്റീവ് ആണെന്ന ഉദ്ദേശത്തോടു കൂടി തന്നെ പഠനം ആരംഭിക്കാം. ആദ്യം 10ാം ക്ലാസ്സിലെ ജീവശാസ്ത്രം ഒന്നാമത്തെ പാഠം അറിയാനും പ്രതികരിക്കാനും. ഇവിടെ പ്രത്യേകമായി പറയുന്നത് നാഡീകോശത്തെപ്പറ്റി അല്ലെങ്കിൽ ന്യൂറോൺസ്. അപ്പം നാഡീവ്യവസ്ഥയുടെ അടിസ്ഥാന നിർമ്മാണ ഘടകമാണ് നാഡീകോശം അഥവാ ന്യൂറോൺ. അപ്പം എന്താണ് ന്യൂറോൺ? നാഡീവ്യവസ്ഥയുടെ അടിസ്ഥാന നിർമ്മാണ ഘടകമാണ് നാഡീകോശം അഥവാ ന്യൂറോൺ. മറ്റെല്ലാ കോശങ്ങളെയും പോലെ നാഡീകോശത്തിനും കോശസ്തരവും കോശദ്രവ്യവും ന്യൂക്ലിയസും ഉണ്ട്. അപ്പം എല്ലാ കോശത്തിനെ പോലെ തന്നെ നമ്മുടെ നാഡീകോശത്തിനും കോശസ്തരവും കോശദ്രവ്യവും ന്യൂക്ലിയസും ഉണ്ട്. അപ്പം നാഡീകോശത്തിൻ്റെ ഒരു സ്ട്രക്ചർ നമുക്ക് നോക്കാം. അപ്പോൾ ഇവിടെ ഡെൻഡ്രൈറ്റ്, ഇതാണ് ഡെൻഡ്രൈറ്റ് എന്ന് പറയുന്നത്. ഇതാണ് ഡെൻഡ്രൈറ്റ്. അപ്പോൾ ഡെൻഡ്രോണിൻ്റെ ശാഖകളാണ് ഇത് ഡെൻഡ്രൈറ്റ്. തൊട്ടടുത്ത ന്യൂറോണിൽ നിന്ന് സന്ദേശങ്ങൾ സ്വീകരിക്കുന്ന ഭാഗമാണ് ഡെൻഡ്രൈറ്റ്. അപ്പോൾ തൊട്ടടുത്ത ന്യൂറോണിൽ നിന്ന് സന്ദേശങ്ങൾ സ്വീകരിക്കുന്ന ഭാഗം ഏതാ? അതാണ് ഡെൻഡ്രൈറ്റ്. അടുത്തത് ഡെൻഡ്രോൺ, കോശശരീരത്തിൽ നിന്നുള്ള നീളം കുറഞ്ഞ തന്തു. ഇതാണ് ഡെൻഡ്രൈറ്റ്. ഇത് നീളം കുറഞ്ഞ തന്തു. ഡെൻഡ്രൈറ്റിൽ നിന്ന് ആവേഗങ്ങളെ കോശശരീരത്തിൽ എത്തിക്കുന്നു. ഡെൻഡ്രോണിൻ്റെ ധർമ്മം എന്താണ്? ഡെൻഡ്രൈറ്റിൽ നിന്നുള്ള ആവേഗങ്ങളെ കോശ ശരീരത്തിൽ എത്തിക്കുന്നതാണ് ഡെൻഡ്രോണിൻ്റെ ധർമ്മം. അടുത്തത് ഇതാണ് നമ്മുടെ കോശശരീരം അല്ലെങ്കിൽ സെൽ ബോഡി എന്ന് പറയും. അപ്പോൾ കോശശരീരത്തിനുള്ളിൽ എന്തുണ്ട്? കോശദ്രവ്യം, അതുപോലെ തന്നെ ന്യൂക്ലിയസ്. ഇനി അടുത്തത് ആക്സോൺ, കോശശരീരത്തിൽ നിന്നുള്ള നീളം കൂടിയ തന്തു. കോശശരീരത്തിൽ നിന്നുള്ള നീളം കൂടിയ ഈ തന്തുവാണ് ആക്സോൺ. കോശശരീരത്തിൽ നിന്ന് ആവേഗങ്ങളെ പുറത്തേക്ക് സംവഹിക്കുന്നു. കോശശരീരത്തിൽ നിന്നുള്ള ആവേഗങ്ങളെ പുറത്തേക്ക് സംവഹിക്കുന്നതാണ് ആക്സോണിൻ്റെ ധർമ്മം. ഇനി അടുത്തത് ആക്സോണൈറ്റ്. ഇതാണ് ആക്സോണൈറ്റ്. ആക്സോണിൻ്റെ ശാഖകളാണ് ആക്സോണൈറ്റ്. ആക്സോണിൻ്റെ ശാഖകളാണ് ആക്സോണൈറ്റ്. ആവേഗങ്ങളെ സിനാപ്റ്റിക് നോബിൽ എത്തിക്കുന്നു. ആവേഗങ്ങൾ എവിടെ എത്തിക്കുന്നു? സിനാപ്റ്റിക് നോബിൽ എത്തിക്കുന്നു. അപ്പോൾ എന്താണ് സിനാപ്റ്റിക് നോബ്? ആക്സോണിൻ്റെ അഗ്രഭാഗം. ആക്സോണിൻ്റെ അഗ്രത്തിൽ ഒരു മുഴ പോലെ ഉണ്ടാകുന്ന ഈ ഭാഗത്തിനെയാണ് സിനാപ്റ്റിക് നോബ് എന്ന് പറയുന്നത്. ഇത് നാഡീയ പ്രേക്ഷണം ശ്രവിക്കുന്നു. അപ്പോൾ അതുപോലെ തന്നെ ഷ്വാൻ കോശം, ആക്സോണിനെ വലയം ചെയ്യുന്ന കോശമാണ് ഷ്വാൻ കോശം. അപ്പോൾ മിക്ക ആക്സോണുകളെയും കൊഴുപ്പടങ്ങിയ മൈലിൻ എന്ന സ്ഥലം ആവർത്തിച്ച് വലയം ചെയ്തിരിക്കുന്നു. ഇതാണ് മൈലിൻ ഷീത്ത്. അപ്പോൾ ഇതിനെയാണ് നമ്മൾ മൈലിൻ ഷീത്ത് എന്ന് പറയുന്നത്. അപ്പം ആക്സോണിനെ വലയം ചെയ്യുന്ന കോശം ഏതാണെന്ന് ചോദിച്ചാൽ ഷ്വാൻ കോശം. ആക്സോണിനെ ആവർത്തിച്ച് വലയം ചെയ്തിരിക്കുന്ന ഷീത്ത് ഏതാണെന്ന് ചോദിച്ചാൽ അതാണ് മൈലിൻ ഷീത്ത്. അപ്പോൾ മൈലിൻ ഷീത്ത് ഷ്വാൻ കോശങ്ങളാൽ നിർമ്മിതമാണ്. അപ്പോൾ മൈലിൻ ഷീത്ത് ഷ്വാൻ കോശങ്ങളാൽ നിർമ്മിതമാണ്. അപ്പം ഇതാണ് നമ്മുടെ നാഡീവ്യവസ്ഥ. നാഡീവ്യവസ്ഥ അല്ലെങ്കിൽ സെൻട്രൽ നെർവസ് സിസ്റ്റം. അപ്പോൾ ഇതിലെന്തൊക്കെ ഉണ്ട്? മസ്തിഷ്കം, സുഷുപ്ന, അതുപോലെ തന്നെ നാഡികൾ. അപ്പോൾ ഇതിൻ്റെ ധർമ്മം എന്താണ്? ഉദ്ദീപനങ്ങളെ സ്വീകരിക്കാൻ ജ്ഞാനേന്ദ്രിയങ്ങളിലും മറ്റും ശരീരഭാഗങ്ങളിലും സവിശേഷമായ കോശങ്ങളുണ്ട്. ആ കോശത്തിന് പറയുന്ന പേരാണ് ഗ്രാഹികൾ. ഉദ്ദീപനങ്ങളെ സ്വീകരിക്കാൻ പറ്റിയ സവിശേഷമായ കോശങ്ങളാണ് ഗ്രാഹികൾ അല്ലെങ്കിൽ റിസപ്റ്റേഴ്സ്.
ഇവ ഉദ്ദീപനങ്ങളെ സ്വീകരിച്ച ശേഷം ഉചിതമായ സന്ദേശങ്ങൾ രൂപപ്പെടുത്തുന്നു. ഉദ്ദീപനങ്ങളെ സ്വീകരിച്ച ശേഷം എന്താവും? ഇത് പുതിയ ഉചിതമായ സന്ദേശങ്ങൾ രൂപപ്പെടുത്തുന്നു. എങ്ങനെ രൂപപ്പെടുത്തുന്നു? ഉദ്ദീപനങ്ങളെ സ്വീകരിച്ച് ഗ്രാഹികൾ രൂപപ്പെടുത്തുന്ന സന്ദേശങ്ങൾ തലച്ചോറിലെത്തുന്നതോടെയാണ് പൊതുവെ പ്രതികരണ പ്രവർത്തനങ്ങൾ നടക്കുന്നത്. അപ്പം ഉദ്ദീപനങ്ങളെ സ്വീകരിച്ച് ഇത് തലച്ചോറിൽ എത്തുന്നു. ഈ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുകയും ഏകോപിപ്പിക്കുകയും ചെയ്യുന്നത് നാഡീവ്യവസ്ഥയാണ്, അല്ലെങ്കിൽ സെൻട്രൽ നെർവസ് സിസ്റ്റമാണ്. അപ്പം ഉദ്ദീപനങ്ങൾ എന്ന് പറയുന്നത് ബാഹ്യ ഉദ്ദീപനങ്ങളുമുണ്ട്, അതുപോലെ തന്നെ ആന്തരിക ഉദ്ദീപനങ്ങളുമുണ്ട്. അപ്പോൾ ബാഹ്യ ഉദ്ദീപനങ്ങൾ ഏതൊക്കെയാണ്? ബാഹ്യ ഉദ്ദീപനങ്ങളാണ് സ്പർശം, പ്രകാശം, ഗന്ധം, അതുപോലെ തന്നെ ശബ്ദം. ആന്തര ഉദ്ദീപനങ്ങളോ? അതാണ് വിശപ്പ്, ദാഹം, തലവേദന, ലൈംഗികാസക്തി തുടങ്ങിയവ. അപ്പോൾ നമുക്ക് നാഡീകോശം ഒന്നുകൂടെ നോക്കാം. അപ്പം നാഡീവ്യവസ്ഥയുടെ അടിസ്ഥാന നിർമ്മാണ ഘടകമാണ് നാഡീകോശം, അല്ലെങ്കിൽ നാഡീകോശം അല്ലെങ്കിൽ ന്യൂറോൺ. അപ്പം ഈ നാഡീകോശത്തിലെ ഭാഗങ്ങൾ ഏതാണെന്ന് വെച്ചാൽ ഡെൻഡ്രൈറ്റിൻ്റെ ധർമ്മം എന്താണ്? തൊട്ടടുത്ത ന്യൂറോണിൽ നിന്ന് സന്ദേശങ്ങൾ സ്വീകരിക്കുന്ന ഇതാണ് ഇതിൻ്റെ ധർമ്മം. തൊട്ടടുത്ത ന്യൂറോണിൽ നിന്നും സന്ദേശങ്ങൾ സ്വീകരിക്കും. അതുപോലെ തന്നെ കോശശരീരത്തിൽ നിന്നുള്ള നീളം കുറഞ്ഞ തന്തു ഏതാണ്? ഇത് ഡെൻഡ്രോൺ ആണ്. ഡെൻഡ്രോൺ. അപ്പം മൈലിൻ ഷീത്ത് ശ്വാൻ കോശങ്ങളാൽ നിർമ്മിതമാണ്. അതുപോലെ തന്നെ ആക്സോണിൻ്റെ ശാഖകളാണ് ഇതാണ് ആക്സോണൈറ്റ്. ആവേഗങ്ങളെ സിനാപ്റ്റിക് നോബിൽ എത്തിക്കുന്നത് ആക്സോൺ നൈറ്റാണ്. അതുപോലെ തന്നെ സിനാപ്റ്റിക് നോബ് ആക്സോണിൻ്റെ അഗ്രഭാഗമാണ് സിനാപ്റ്റിക് നോബ്. നാഡീയ പ്രേക്ഷണം സ്രവിക്കുന്നു. ഇനി അടുത്തത് നമുക്കറിയാം, ഒരു കൂട്ടം ആക്സോണുകൾ ചേർന്നതാണ് നാഡി. അവയിലെ മൈലിൻ ഷീത്ത് രൂപപ്പെട്ടിരിക്കുന്നത് ശ്വാൻ കോശങ്ങളാണെന്ന് നമ്മൾ കണ്ടു. ഇത് മൈലിൻ ഷീത്ത് രൂപപ്പെട്ടിരിക്കുന്നത് ശ്വാൻ കോശങ്ങളാലാണ്. മസ്തിഷ്കങ്ങളിലെയും സുഷ്മിനെയും മൈലിൻ ഷീത്ത് ഒലിഗോഡെൻഡ്രോസൈറ്റുകൾ എന്ന സവിശേഷ കോശങ്ങളാൽ നിർമ്മിക്കപ്പെട്ടിരിക്കുന്നു. മസ്തിഷ്കത്തിലെയും സുഷുപ്നയിലെയും മൈലിൻ ഷീത്ത് ഒലിഗോഡെൻഡ്രോസൈറ്റ് എന്ന സവിശേഷ കോശങ്ങളാൽ നിർമ്മിക്കപ്പെട്ടിരിക്കുന്നു. മൈലിൻ ഷീത്തിന് തിളങ്ങുന്ന വെള്ള നിറമാണ്. അപ്പോൾ ഇതിൻ്റെ നിറം ഏതാ? മൈലിൻ ഷീറ്റിൻ്റെ നിറം തിളങ്ങുന്ന വെള്ള നിറമാണ്. മസ്തിഷ്കത്തിലും സുഷുപ്നയിലും മൈലിൻ ഷീത്ത് ഉള്ള നാഡീകോശങ്ങൾ കൂടുതലായി കാണപ്പെടുന്ന ഭാഗമാണ് വൈറ്റ് മാറ്റർ എന്ന് അറിയപ്പെടുന്നത്. അപ്പോൾ കൂടുതലായിട്ട് മൈലിൻ ഷീത്ത് കാണപ്പെടുന്ന ഭാഗത്തിന് നമ്മൾ വൈറ്റ് മാറ്റർ എന്ന് പറയും. അതുപോലെ തന്നെ മൈലിൻ ഷീത്ത് ഇല്ലാത്ത നാഡീകോശങ്ങൾ കാണപ്പെടുന്ന ഭാഗം ഗ്രേ മാറ്റർ എന്നാണ് അറിയപ്പെടുന്നത്. ആക്സോണിന് പോഷക ഘടകങ്ങൾ, ഓക്സിജൻ തുടങ്ങിയവ നൽകുക, ആവേഗങ്ങളുടെ വേഗത വർദ്ധിപ്പിക്കുക, വൈദ്യുത ഇൻസുലേറ്ററായി വർത്തിക്കുക, ബാഹ്യക്ഷതങ്ങളിൽ നിന്ന് ആക്സോണിനെ സംരക്ഷിക്കുക എന്നിവയാണ് മൈലിൻ ഷീറ്റിൻ്റെ പ്രധാന ധർമ്മങ്ങൾ. മൈലിൻ ഷീറ്റിൻ്റെ പ്രധാന ധർമ്മങ്ങൾ എന്തൊക്കെയാണ്? ആക്സോണിന് പോഷക ഘടകങ്ങൾ, അതുപോലെ തന്നെ ഓക്സിജൻ തുടങ്ങിയവ നൽകുക, ആവേഗങ്ങളുടെ വേഗത വർദ്ധിപ്പിക്കുക, വൈദ്യുത ഇൻസുലേറ്ററായി വർത്തിക്കുക, അതുപോലെ തന്നെ ബാഹ്യക്ഷതങ്ങളിൽ നിന്ന് ആക്സോണിനെ സംരക്ഷിക്കുക. ഇതൊക്കെയാണ് മൈലിൻ ഷീറ്റിൻ്റെ പ്രധാന ധർമ്മങ്ങൾ. ഒലിഗോഡെൻഡ്രോസൈറ്റുകളും ശ്വാൻ കോശങ്ങളും. അപ്പം ഇവിടെ പറയുന്നുണ്ട്, മസ്തിഷ്കത്തിലെയും സുഷുമ്നയിലെയും മൈലിൻ ഷീത്ത് ഒലിഗോഡെൻഡ്രോസൈറ്റുകൾ എന്ന സവിശേഷ കോശങ്ങളെ നിർമ്മിക്കപ്പെട്ടിരിക്കുന്നതെന്നാണ്. അപ്പം ഇവിടെ ഓർത്തിരിക്കേണ്ട കാര്യം, മസ്തിഷ്കത്തിലെയും സുഷുമ്നയിലെയും മൈലിൻ ഷീത്ത് എന്തിനാൽ നിർമ്മിക്കപ്പെട്ടിരിക്കുമെന്ന് ചോദിച്ചാൽ ഒലിഗോഡെൻഡ്രോസൈറ്റുകൾ എന്ന് പറയണം. ഒലിഗോഡെൻഡ്രോസൈറ്റുകൾ എന്ന സവിശേഷ കോശങ്ങൾ നിർമ്മിക്കപ്പെട്ടിരിക്കുന്നു. നാഡികളിലെ ആക്സോണുകളിൽ ശ്വാൻ കോശങ്ങൾ നിർമ്മിതമായ മൈലിൻ ഷീത്ത് കാണപ്പെടുന്നു. പക്ഷേ ഇവിടെയോ നാഡികളിലെ ആക്സോണുകളിൽ ശ്വാൻ കോശങ്ങളെ നിർമ്മിതമായ മൈലിൻ ഷീത്താണ് കാണപ്പെടുന്നതെങ്കിൽ മസ്തിഷ്കത്തിലെയും സുഷുപ്നയിലെയും മൈലിൻ ഷീത്ത് ഒലിഗോഡെൻഡ്രോസൈറ്റുകൾ എന്ന സവിശേഷ കോശങ്ങളാൽ നിർമ്മിക്കപ്പെട്ടിരിക്കുന്നതെന്ന് ഓർക്കുക. അതുപോലെ തന്നെ എങ്ങനെയാണ് ഇതിൻ്റെ സന്ദേശങ്ങൾ രൂപപ്പെടുന്നത്? ഇപ്പോൾ നമുക്കറിയാം, നാഡീവ്യവസ്ഥ നിയന്ത്രണവും ഏകോപനവും സാധ്യമാകുന്നത് സന്ദേശങ്ങളിലൂടെയാണ്.
ഈ സന്ദേശങ്ങൾ എങ്ങനെയാണ് രൂപപ്പെടുന്നത് നോക്കാം. അപ്പം നാഡീകോശത്തിൻ്റെ കോശസ്തരത്തിന് പുറത്ത് എപ്പോഴും ഓർമ്മിക്കണം, ഏതൊരു കോശത്തിൻ്റെയും കോശസ്തരത്തിന് പുറത്ത് പോസിറ്റീവ് ചാർജും അതിൻ്റെ അകത്ത് നെഗറ്റീവ് ചാർജും നിലനിൽക്കുന്നു. ചില അയോണുകളുടെ വിന്യാസത്തിലുള്ള വ്യത്യാസമാണ് ഇതിന് കാരണം. അയോണുകളുടെ വിന്യാസത്തിലുള്ള വ്യത്യാസമാണ് ഇതിന് പ്രധാനമായിട്ടും ഇങ്ങനെ ആവാനുള്ള കാരണം. അപ്പോൾ എങ്ങനെയാണ് സന്ദേശങ്ങൾ അല്ലെങ്കിൽ രൂപപ്പെടുന്നതെന്ന് നോക്കാം. ഉദ്ദീപിക്കപ്പെടുമ്പോൾ ആ ഭാഗത്ത് അയോണിൻ്റെ വിന്യാസത്തിൽ വ്യത്യാസം ഉണ്ടാകുന്നതിനാൽ കോശസ്തരത്തിൽ നിന്ന് പോസിറ്റീവ് ചാർജും പുറത്ത് നെഗറ്റീവ് ചാർജുമായി മാറുന്നു. ഉദ്ദീപിക്കപ്പെടുമ്പോൾ ആ ഭാഗത്ത് അയോണുകളുടെ വിന്യാസത്തിൽ വ്യത്യാസമുണ്ടാകുന്നതിനാൽ കോശസ്തരത്തിനകത്ത് പോസിറ്റീവ് ചാർജും പുറത്ത് നെഗറ്റീവ് ചാർജുമായി മാറുന്നു. നൈമിഷികമായി ഉണ്ടാകുന്ന ചാർജ് വ്യതിയാനം തൊട്ടടുത്ത ഭാഗത്തെ ഉത്തേജിപ്പിച്ച് സമാന രീതിയിലുള്ള ചാർജ് വ്യതിയാനം ഉണ്ടാക്കുന്നു. ഈ പ്രക്രിയ തുടരുക വഴി വൈദ്യുത പ്രവാഹമായി സന്ദേശങ്ങൾ പ്രവഹിക്കുന്നു. നാഡീകോശത്തിലൂടെ പ്രേക്ഷണം ചെയ്യപ്പെടുന്ന സന്ദേശങ്ങളാണ് നാഡീയ ആവേഗങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ നാഡീകോശത്തിലൂടെ പ്രേക്ഷണം ചെയ്യുന്ന സന്ദേശങ്ങൾ എന്താണ്? നാഡീയ ആവേഗങ്ങളാണ്. അപ്പം ഇവിടെ എങ്ങനെയാണ് ന്യൂറോണിലൂടെ സന്ദേശങ്ങൾ കടന്നു പോകുന്നത് ഒന്നും കൂടി നോക്കാം. അപ്പോൾ ആക്സോണിൻ്റെ സ്ഥലത്തിന് പുറത്ത് പോസിറ്റീവ് ചാർജും ആക്സോണിൻ്റെ സ്ഥലത്തിനുള്ളിൽ നെഗറ്റീവ് ചാർജുമാണ് ഉള്ളത്. എല്ലാ കോശത്തിലും പോസിറ്റീവ് ചാർജും നെഗറ്റീവ് ചാർജും ഉണ്ട്. അപ്പം ഇവിടെ ആക്സോണിൻ്റെ സ്ഥലത്തിന് ഉള്ളിൽ നെഗറ്റീവ് ചാർജും പുറത്ത് പോസിറ്റീവ് ചാർജും. അപ്പോൾ ഉദ്ദീപിക്കപ്പെടുമ്പോൾ മുകളിലുള്ള പോസിറ്റീവ് ചാർജ് താഴേക്കും താഴെയുള്ള നെഗറ്റീവ് ചാർജ് മുകളിലേക്കും പോകും. ഒന്നും കൂടി പറയാം. ഉദ്ദീപിക്കപ്പെടുമ്പോൾ മുകളിലുള്ള പോസിറ്റീവ് ചാർജ് താഴേക്കും താഴെയുള്ള നെഗറ്റീവ് ചാർജ് മുകളിലേക്കും പോകും. ഇതെല്ലാ സ്ഥലങ്ങളിലും ഇങ്ങനെ വ്യാപിച്ചുകൊണ്ടേയിരിക്കും. അതായത് തൊട്ടടുത്ത ഭാഗങ്ങളെ ഇത് ഉത്തേജിപ്പിച്ച് ആവേഗങ്ങൾ കടന്നു പോകുന്നു. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഇവിടെ കാണുന്ന ഈ ചിത്രത്തിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പുറത്ത് പോസിറ്റീവ് ചാർജ്, ഉള്ളിൽ നെഗറ്റീവ് ചാർജ്. ഉദ്ദീപിക്കപ്പെടുമ്പോൾ എന്ത് ചെയ്യും? ഉള്ളിൽ പോസിറ്റീവ് ചാർജും പുറമെ നെഗറ്റീവ് ചാർജും. അപ്പോൾ അതെന്ത് ചെയ്യും? തൊട്ടടുത്ത എല്ലാത്തിനെയും എന്താക്കി മാറ്റും? പോസിറ്റീവ് ചാർജാക്കി മാറ്റി. അങ്ങനെ ആവേഗങ്ങൾ പ്രേക്ഷണം ചെയ്യുന്നു. ഇനി എന്താണ് സിനാപ്സ് നോക്കാം. ഗ്രാഹ്യകോശങ്ങളിൽ രൂപപ്പെടുന്ന സന്ദേശങ്ങൾ മസ്തിഷ്കത്തിലെത്തിക്കുകയും മസ്തിഷ്കം അതിനെ വിശകലനം ചെയ്ത് ഉചിതമായ പ്രതികരണത്തിന് നിർദ്ദേശം നൽകുകയും ചെയ്യുന്നു. ഇത് സാധ്യമാകണമെങ്കിൽ ഒരു നാഡീകോശത്തിൽ രൂപപ്പെടുന്ന സന്ദേശങ്ങൾ മറ്റു നാഡീകോശങ്ങളിലേക്കും ബന്ധപ്പെട്ട മറ്റു കോശങ്ങളിലേക്കും കൈമാറ്റം ചെയ്യപ്പെടേണ്ടതുണ്ട്. അപ്പം എങ്ങനെയാണ് ആവേഗങ്ങൾ പോകുന്നത് നമുക്ക് നോക്കാം. രണ്ട് നാഡീകോശങ്ങൾ തമ്മിലോ നാഡീകോശവും പേശീകോശവുമായോ നാഡീകോശവും ഗ്രന്ഥികോശവുമായോ ബന്ധപ്പെടുന്ന ഭാഗമാണ് സിനാപ്സ് എന്ന് പറയുന്നത്. ഒന്നുകിൽ രണ്ട് നാഡീകോശങ്ങളാവാം തമ്മിലോ, അല്ലെങ്കിൽ നാഡീകോശവും പേശീകോശവുമായോ അല്ലെങ്കിൽ നാഡീകോശവും ഗ്രന്ഥികോശവുമായോ ബന്ധപ്പെടുന്ന ഭാഗമാണ് സിനാപ്സ്. ആക്സോണിൽ നിന്ന് വൈദ്യുത ആവേഗങ്ങൾ സിനാപ്റ്റിക് നോബിൽ എത്തുമ്പോൾ ആക്സോണിൽ നിന്നുള്ള വൈദ്യുത ആവേഗം നമ്മൾ നേരത്തെ കണ്ടതാണ്. വൈദ്യുത ആവേഗങ്ങൾ പുറപ്പെടുന്നത് എങ്ങനെയാണെന്ന് മനസ്സിലാക്കിയതാണ്. അപ്പോൾ ആക്സോണിൽ നിന്നുള്ള വൈദ്യുത ആവേഗങ്ങൾ സിനാപ്റ്റിക് നോബിലെത്തുമ്പോൾ ചില രാസവസ്തുക്കളെ സിനാപ്റ്റിക് വിടവിലേക്ക് സ്രവിക്കുന്നു. ഇവിടെ ഉള്ള രാസവസ്തുക്കൾ സിനാപ്റ്റിക് വിടവിലേക്ക് സ്രവിക്കുന്നു. അത് സിനാപ്റ്റിക്കിൻ്റെ വിടവ്. അപ്പോൾ ഈ രാസവസ്തുക്കൾ സിനാപ്റ്റിക് വിടവിലൂടെ സ്രവിക്കുന്നു. ഈ രാസവസ്തുക്കളാണ് നാഡീയ പ്രേക്ഷകങ്ങൾ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് എന്ന് പറയും. ഇവ തൊട്ടടുത്ത ഡെൻഡ്രൈറ്റിനെയോ കോശത്തെയോ ഉത്തേജിപ്പിച്ച് പുതിയ വൈദ്യുത ആവേഗങ്ങൾ